വിശുദ്ധ ലൂക്കാസ് വിശേഷം അധ്യായം 6. അക്കാലത്ത് ഈശോ തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, എൻ്റെ വാക്ക് ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഒരു ചെകിട്ടത്ത് അടിക്കുന്നവന് മറ്റേ ചെകിട് കൂടി കാണിച്ചു കൊടുക്കുക. മേലിങ്കി എടുക്കുന്നവനെ കുപ്പായം കൂടി എടുക്കുന്നതിൽ നിന്ന് തടയരുത്. നിങ്ങളോട് ചോദിക്കുന്ന ഏതൊരുവനും കൊടുക്കുക. നിന്റെ വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകുന്നവനോട് നീ തിരികെ ചോദിക്കരുത്. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അപ്രകാരം തന്നെ നിങ്ങൾ അവരോട് പെരുമാറുവിൻ. ഈശ്വര ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ക്രിസ്തീയ ധാർമ്മികതയുടെ ആത്മീയത ധ്യാനിക്കാം. ആണ്ടുവട്ടത്തിൻ്റെ 7ാമത്തെ ഞായറാഴ്ച ഇന്ന് ഏറെ അർത്ഥസമ്പുഷ്ടമായ തിരുവചനങ്ങളിലൂടെ ദൈവജനമായ നമ്മൾ എപ്രകാരമാണ് ഈ ഭൂമിയിൽ വ്യാപരിക്കേണ്ടതെന്ന് പഠിപ്പിക്കുകയാണ്. ഇന്നത്തെ ആദ്യ വായന 1 സാമുവേൽ 26-ാം അധ്യായത്തിൽ നിന്നുള്ളതാണ്. അവിടെ ക്ഷമയുടെ വലിയൊരു ആത്മീയത ദാവീദിൻ്റെ ജീവിതാനുഭവവുമായി ബന്ധപ്പെട്ട് നമ്മെ പഠിപ്പിക്കുന്നു. സാവൂളിനെ കൊല്ലുവാൻ അനേക അവസരങ്ങൾ ദാവീദിന് ലഭിക്കുന്നു. അപ്പോഴൊക്കെ അവൻ ഹൃദയം നൊന്ത് പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ കർത്താവിൻ്റെ അഭിഷിക്തനെതിരെ കരമുയർത്തിയിട്ട് നിർദോഷിയായിരിക്കുവാൻ എനിക്ക് എങ്ങനെ സാധിക്കും? അവൻ അഭിഷിക്തൻ എന്ന നിലയിലാണ് യഥാർത്ഥത്തിൽ സാവൂലിനോട് ദാവീദ് കരുണ കാണിച്ചത്. ഭൂമിയിൽ നമ്മളെല്ലാവരും കർത്താവിൻ്റെ അഭിഷിക്തരാണ്. അതുകൊണ്ട് തന്നെ സാവൂലിനോട് ദാവീദ് ക്ഷമിച്ചതുപോലെ ഹൃദയപൂർവ്വം പൊറുക്കുവാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. നാം ക്ഷമിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹത്തിന് നമ്മൾ അർഹരായിത്തീരും. സാമുവേൽ പ്രവാചകന്റെ പുസ്തകം തുടർന്നുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ ശത്രുവായ സാവൂൾ ദാവീദിനെ അനുഗ്രഹിക്കുന്നതായി കാണാൻ കഴിയും. എൻ്റെ മകനെ ദാവീദേ, നീ അനുഗ്രഹീതൻ, നീ എനിക്ക് തിന്മ ചെയ്തു, എന്നാൽ ദൈവം അവയെല്ലാം നിനക്ക് നന്മയാക്കി മാറ്റി. ഈ കാലഘട്ടത്തിൽ നാം മറ്റുള്ളവരിലൂടെ വേദനയോ സങ്കടമോ അസ്വസ്ഥതയോ ഉണ്ടാകുമ്പോൾ തിരിച്ചറിയുക, നമ്മൾ ഇരട്ടി അനുഗ്രഹീതരാകുവാൻ ഒരുപക്ഷെ ഈ ദുരനുഭവങ്ങൾ നമുക്ക് അനുഗ്രഹമായി മാറിയേക്കാം. ഇന്നത്തെ 2ാമത്തെ വായന അപ്പോസ്തലനായ പൗലോസ് കൊറിന്തോസ്യർക്ക് എഴുതിയ സഭയോട് പറയുമ്പോൾ 2 മനുഷ്യരെക്കുറിച്ച് പറയുന്നു. ആദത്തിൽ നിന്ന് പിറന്ന ഈ മണ്ണിൻ്റെ ഭൗതിക മനുഷ്യനെക്കുറിച്ചും ക്രിസ്തുവിലൂടെ രൂപാന്തരപ്പെട്ട ദൈവിക മനുഷ്യനെക്കുറിച്ചും. നാം ഒരിക്കലും ആദത്തിൻ്റെ സന്തത പരമ്പരയുടെ ബലമായി നിലകൊള്ളേണ്ടവരല്ല, മറിച്ച് ആത്മീയ മനുഷ്യൻ്റെ പ്രതീകമായ ക്രിസ്തുവിന്, സ്വർഗത്തിന് അനുരൂപപ്പെടേണ്ടവനാണ്. ആദ്യ മനുഷ്യൻ ഈ മണ്ണിൽ നിന്നുള്ളവനായിരുന്നുവെങ്കിൽ 2ാമത്തെ മനുഷ്യൻ സ്വർഗത്തിൽ നിന്ന് ഉള്ളവനായിരുന്നു. ആകയാൽ നമ്മൾ സ്വർഗോന്മുഖരായി ജീവിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നുവെന്ന് അപ്പോസ്തലൻ നമ്മെ ഓർപ്പെടുത്തുന്നു. സുവിശേഷം നമ്മെ ഏറെ ധ്യാനിപ്പിക്കുന്ന വിഷയമാണ്. ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ നാം ജീവിക്കേണ്ട ജീവിതം എപ്രകാരമാണ് എന്ന് പഠിപ്പിക്കുന്ന പാഠപുസ്തകമാണത്. നാം ഹൃദയപൂർവ്വം ക്ഷമിക്കുക, അനുഗ്രഹിക്കുക, ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ചോദിക്കുന്നവർക്ക് കൊടുക്കുക, പ്രതികാരം ചെയ്യാതിരിക്കുക, നന്മ ചെയ്യുക. സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്ന പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. ദൈവത്തിൻ്റെ മുഖം ഭൂമിയിൽ പകരാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ദൈവത്തിൻ്റെ മുഖം കരുണയുടെ മുഖമാണ്. അതേ കൃപയുടെ ബലം നമ്മുടെ സാന്നിധ്യത്തിലൂടെ, ഇടപെടലിലൂടെ നമുക്ക് നൽകാൻ കഴിയണം. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുവിൻ. ഇതാണ് നിയമവും പ്രവാചകന്മാരും എന്ന് പറയുമ്പോൾ വിശുദ്ധ ബൈബിളിലെ സ്വർണ്ണ നിയമമാണത്. നാം അത് പാലിക്കുമ്പോൾ നമുക്ക് ഏറെ സഹിക്കേണ്ടതായി വന്നേക്കാം. നൊമ്പരങ്ങളും ബുദ്ധിമുട്ടുകളും ഏൽക്കേണ്ടി വന്നേക്കാം. പ്രതികാരം ചെയ്യാൻ കഴിഞ്ഞുവെന്ന് വരില്ല. നമുക്ക് ആരോടും വിദ്വേഷത്തോടോ വൈരാഗ്യത്തോടോ ജീവിക്കാൻ കഴിയില്ല. കാരണം ക്രിസ്തു നമ്മെ പ്രേരിപ്പിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു ആത്മീയ ജീവിതത്തിലൂടെ നിത്യതയുടെ കൃപാവരം സ്വന്തമാക്കാനാണ്. നാം ക്ഷമയുടെ പൂർണ്ണതയിൽ നിലകൊള്ളുമ്പോൾ മാത്രമാണ് ദൈവത്തിൻ്റെ ക്ഷമയ്ക്കും കരുണയ്ക്കും നമ്മൾ അർഹരായിത്തീരുക. നാം ക്ഷമിക്കുന്നില്ലെങ്കിൽ സ്വർഗം നമ്മോടും ക്ഷമിക്കുകയില്ല എന്ന് സുവിശേഷം ഓർമ്മപ്പെടുത്തുമ്പോൾ ക്ഷമയുടെ ആത്മീയത സ്വന്തമാക്കാനും കൂടുതൽ സ്നേഹത്തോടെ, കൃപയോടെ പിതാവിൻ്റെ കാരുണ്യത്തിന് അർഹരായി തീരത്തക്ക വിധം നമ്മെ വേദനിപ്പിക്കുന്നവരോട്, നമ്മെ അപമാനിക്കുന്നവരോട്, നമ്മെ കുറ്റപ്പെടുത്തുന്നവരോട് പൊറുക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമ്മൾ മനസ്സാകുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹത്തിൻ്റെയും കൃപയുടെയും നന്മയുടെയും ജീവിതമായി തീരും. ഈ വിശുദ്ധ ദിനം നമ്മെ പ്രത്യേകമായി ദൈവം ക്ഷണിക്കുന്നത്
ഈ ഒരു ആത്മീയ കൃപാവരങ്ങളിൽ ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ്. നാം ദൈവമക്കളാകയാൽ എല്ലാവരെ പോലെ ജീവിക്കുവാനും എല്ലാവരെ പോലെ വ്യാപരിക്കുവാനും വേണ്ടി വിളിക്കപ്പെട്ടവരല്ല. നാം ദൈവമക്കൾക്കുള്ള സ്നേഹത്തിൽ, സ്വാതന്ത്ര്യത്തിൽ, വിശ്വാസത്തിൽ, വിശുദ്ധിയിൽ, നന്മയിൽ ജീവിക്കാൻ കടപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ അപരൻ ചെയ്യുന്നത് കൊണ്ട് എനിക്കും ചെയ്യാമെന്ന് നാം കരുതരുത്. മറ്റുള്ളവർ ശത്രുത കാണിച്ചാൽ അതേ ശത്രുതയിൽ നാം നിലനിൽക്കുന്നുവെങ്കിൽ നാമും വിജാതീയരും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ലല്ലോ. നമുക്ക് വ്യത്യസ്തരായി ജീവിക്കാം. നാം ഹൃദയപൂർവ്വം പൊറുക്കുമ്പോൾ സ്വർഗപിതാവിൻ്റെ വത്സല മക്കളായി തീരുകയാണ്. ഭൂമിയിൽ നാം ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടാൻ, ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ഹൃദയപൂർവ്വം മാപ്പ് നൽകാൻ, അവരോടുള്ള ശത്രുത അവസാനിപ്പിക്കുവാൻ, രമ്യതയിലൂടെ ജീവിതത്തിൻ്റെ ആനന്ദവും ആഹ്ലാദവും വീണ്ടെടുക്കാൻ നമ്മൾ പരിശ്രമിക്കുക തന്നെ ചെയ്യും. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ക്രൈസ്തവ ജീവിതത്തിൻ്റെ മഹത്വം തിരിച്ചറിയുവാനും ലോകത്തിന് മാതൃകയായി ഭവിക്കുവാനും നമുക്ക് സാധ്യമാവുക. നമുക്ക് കൂടുതൽ വിവേകപൂർവ്വം ഈ പുണ്യഭൂമിയിൽ ജീവിക്കാം. നമ്മുടെ ശത്രുക്കളോട് ഹൃദയപൂർവ്വം പൊറുത്തുകൊണ്ട് മാപ്പ് നൽകുന്ന സ്നേഹമായ ദൈവത്തിൻ്റെ കൃപയ്ക്ക് നമ്മുടെ ജീവിതത്തെ ചേർത്ത് പിടിക്കുവാനും എല്ലാവർക്കും നന്മ ചെയ്തുകൊണ്ട് കടന്നു പോകാൻ വേണ്ട ആത്മീയ കൃപാവരത്തിനായി ഈ വിശുദ്ധ ദിനത്തിൽ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.